أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. نحن أولياؤكم في الحياة الدنيا وفي الآخرة ولكم فيها ما تشتهي أنفسكم ولكم فيها ما تدعون نزلا من غفور رحيم. ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. ولا تستوي الحسنة ولا السيئة ادفع بالتي هي أحسن فإذا الذي بينك وبينه عداوة كأنه ولي حميم. وما يلقاها إلا الذين صبروا وما يلقاها إلا ذو حظ عظيم. السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. إن الذين آمنوا وعملوا الصالحات كانت لهم جنات الفردوس نزلا خالدين فيها لا يبغون عنها حولا. لا شيء مما ترى تبقى بشاشته يفنى الإله ويبقى المال والولد. لم تغن عنه رموز يوما خزائنه والخلد قد حاولت عاد فما خلدوا. ولا سليمان إذ تجري الرياح له والإنس والجن فيما بينها تريد. أين الملوك التي كانت لعزتها
من كل أوب إليها وافد يفيد حوض هنالك مورود بلا كذب لا بد من ورده يوما كما وردوا. സ്നേഹാദരണീയരായ പണ്ഡിതന്മാരെ, നല്ലവരായ സഹോദരി സഹോദരന്മാരെ, നാട്ടുകാരെ, രക്ഷിതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് നല്ലവരായി ജീവിക്കണം എന്ന് എന്നോടും നിങ്ങളോടുമായി ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. കേരളത്തിൽ ഉടനീളം തൗഹീദി പ്രബോധന പ്രവർത്തനങ്ങളുമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഇസ്ലാഹി പ്രസ്ഥാന പ്രവർത്തകന്മാരുടെ എളിയ ശ്രമങ്ങളുടെ ഭാഗമായി കൊണ്ടാണ് അൽഹംദുലില്ലാഹ് ഇന്ന് ഇവിടെയും ഈ നിലക്കുള്ള വിഷയവും ചർച്ചയുമായി നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഏതൊരു കാലഘട്ടത്തിലും തൗഹീദിനു വേണ്ടിയുള്ള പ്രഭാഷണങ്ങളും തൗഹീദിനു വേണ്ടിയുള്ള ശബ്ദങ്ങളും ഉയരുമ്പോൾ ആ ശബ്ദത്തിനെതിരെ പിശാചിന്റെ ശബ്ദം ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ്. കേരളക്കരയിൽ അങ്ങിങ്ങോളമായിക്കൊണ്ട് ഖുർആൻ എക്സ്പോകൾ സംഘടിപ്പിച്ചും ഖുർആൻ പ്രഭാഷണങ്ങൾ സംഘടിപ്പിച്ചും യഥാർത്ഥമായ തൗഹീദും സുന്നത്തും പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ ആളുകളെ തെര്യപ്പെടുത്തുമ്പോൾ അതിലെല്ലാം കലിപൂണ്ട പിശാച് തന്റെ അനുയായികളെ, ചില ആളുകളെ കുറിച്ച് അവർ ജിന്നുകളാണ് എന്നും അവർ ജിന്നൂരികളാണെന്നെല്ലാം പറഞ്ഞ് പ്രേരണ നൽകി തന്റെ അനുയായികളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആര് കരഞ്ഞാലും ആര് ചിരിച്ചാലും ആര് കുരച്ചാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ചിട്ടുള്ള തൗഹീദിന്റെ പ്രബോധനം എന്നുള്ളത് അത് ഒരു കാലത്ത് നിർത്തിവെക്കാൻ പോകുന്ന ഒന്നല്ല. നമ്മളെ സംബന്ധിച്ച് ഇങ്ങോട്ട് ജിന്നിനെ ആരാധിക്കുന്നവരാണ് എന്നും ജിന്നിനോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നവരാണ് എന്നുമൊക്കെയുള്ള കളവുകളും ആരോപണവും ഒക്കെ പറയുമ്പോ നമ്മൾക്ക് ഒന്നേ ആ വിഷയത്തിൽ പറയാനുള്ളൂ, മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. റഖീബും അതീദും രേഖപ്പെടുത്താതെ ഒരു വാക്കും സഹോദരങ്ങളെ വിട്ടുപോകുന്നില്ല. അതുകൊണ്ട് വളരെ ഗൗരവത്തോടു കൂടിയായിരിക്കണം നമ്മുടെ നാവിനെയൊക്കെ ഉപയോഗപ്പെടുത്തേണ്ടത് എന്ന് മാത്രം ആമുഖമായി സൂചിപ്പിക്കുകയാണ്. ഇസ്ലാഹി പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഞങ്ങളുടെ പ്രധാനപ്പെട്ട ദൗത്യം ജനങ്ങളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കാൻ ആവശ്യമായ യഥാർത്ഥമായ തൗഹീദിന്റെ പാതയിലേക്ക് അവരെ കൊണ്ടുവരിക എന്നുള്ളതാണ്. ജനങ്ങളെ സ്വർഗത്തിലേക്ക് എത്തിക്കുവാൻ ആവശ്യമായ യഥാർത്ഥമായ വിശ്വാസം പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അതിനുള്ള കാരണം മുസ്ലിങ്ങളിൽ തന്നെ തൗഹീദി പ്രബോധനങ്ങളും അള്ളാഹുവിലേക്കുള്ള ക്ഷണവും അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്നുള്ള ആശയവും പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കേണ്ടുന്ന ഒരു അവസ്ഥ ഇന്ന് വന്നെത്തിയിട്ടുണ്ട്. അതിനുള്ള കാരണം ഇന്ന് സമൂഹത്തെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന പുരോഹിതന്മാരാണ്. ഞാനിത് വെറുതെ പറയുന്ന കാര്യമല്ല. അൽ ഇർഫാദ് മാസിക അതിൽ വന്നിട്ടുള്ള ഒരു ലേഖനത്തിന്റെ ഭാഗമാണ്. നമുക്ക് നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാതെ ചോദിക്കാൻ അർഹതയില്ല. അള്ളാഹുവിനോട് ചോദിക്കാൻ റസൂലുള്ളാഹിക്ക് മാത്രമേ അധികാരമുള്ളൂ. അള്ളാഹുവിലേക്കുള്ള കവാടമാണ് അവിടുന്ന്. മാത്രവുമല്ല ആ നബി തങ്ങളെ മറികടന്ന് നേരിട്ട് നാഥനോട് ചോദിക്കുവാൻ നമ്മൾ ആര് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് യഥാർത്ഥത്തിൽ ഓരോ കാലഘട്ടങ്ങളിലെയും അമ്പിയാക്കന്മാർ കടന്നു വന്നപ്പോ ആ അമ്പിയാക്കന്മാരുടെ എതിരാളികളായ ആളുകൾ എന്തൊരു ആശയമാണോ എന്തൊരു ആദർശമാണോ ജനങ്ങളെ പഠിപ്പിച്ചത്, അതേ ആദർശവുമായി അള്ളാഹു അല്ലാത്ത സൃഷ്ടികളിലേക്ക് പ്രാർത്ഥന തിരിച്ചുവിടാൻ ആവശ്യമായ നിർദ്ദേശങ്ങളും വളച്ചൊടിച്ചുകൊണ്ടുള്ള പ്രമാണങ്ങളും നൽകിക്കൊണ്ട് പുരോഹിതന്മാരും പണ്ഡിതന്മാരും ജനങ്ങളെ ഇശ്റിക്കിലേക്ക് കൊണ്ടു നടത്തുമ്പോ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഈ എളിയവരായ പ്രവർത്തകന്മാർ അൽഹംദുലില്ലാഹ് അള്ളാഹുവിന്റെ തൗഫീഖോടുകൂടി ശക്തിയുക്തം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇസ്ലാം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി അതിന്റെ കാതൽ പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം ആകുക എന്നുള്ളതാണ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്നുള്ള ആ കലിമത്ത് ഷഹാദത്തിന്റെ ആദ്യ ഭാഗം തന്നെ കുറിക്കുന്നത് പ്രാർത്ഥനക്കർഹനായി ആരാധനക്കർഹനായി ഇലാഹായി കൊണ്ട് അള്ളാഹു അല്ലാതെ മറ്റൊരാളുമില്ല എന്നുള്ള ആ പ്രഖ്യാപനമാണ്. ലോകത്ത് ഒരുപാട് അമ്പിയാക്കന്മാർ നിയോഗിക്കപ്പെട്ടു. ആ അമ്പിയാക്കന്മാർ നിയോഗിക്കപ്പെടുമ്പോ സമൂഹത്തിൽ ഒരുപാട് തിന്മകൾ നിലവിലുണ്ടായിരുന്നു. വ്യഭിചാരവും മദ്യപാനവും കൈക്കൂലികളും അതേപോലെ തന്നെ കൊലപാതകങ്ങളും ഇങ്ങനെ ഒട്ടനവധി തിന്മകൾ സമൂഹത്തിൽ നിലവിലുണ്ടെങ്കിലും ആദ്യമായി ആ സമൂഹത്തെ അമ്പിയാക്കന്മാർ പഠിപ്പിച്ചത് ഏറ്റവും പ്രാധാന്യത്തോടുകൂടി ആ സമൂഹത്തെ പ്രവാചകന്മാർ പഠിപ്പിച്ചത് വലഖദ് ബഅത്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലാ അൻ അബ്ദുല്ലാഹ വജ്തനിബുത് താഗൂത്ത്. അല്ലാഹുവിനെ മാത്രമേ നിങ്ങൾ ഇബാദത്ത് എടുക്കാവൂ, അല്ലാഹു അല്ലാത്ത
ആരാധിക്കപ്പെടുന്ന എന്തെല്ലാമുണ്ടോ എല്ലാറ്റിനെയും നിങ്ങൾ വർജിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അമ്പിയാക്കന്മാരെല്ലാം കടന്നു വന്നത്. വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. ആരാധനക്കർഹനായി ഞാനല്ലാതെ മറ്റാരുമില്ല, അതുകൊണ്ട് ഇബാദത്ത് എന്നോട് മാത്രമേ ആകാവൂ, അല്ലാഹുവിനോട് മാത്രമേ ആകാവൂ എന്ന് പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടാണ് ലോകത്തെ എല്ലാ അമ്പിയാക്കന്മാരും നിയോഗിക്കപ്പെട്ടത്. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമും ഹൂദ് അലൈഹിസ്സലാത്തു വസ്സലാമും സ്വാലിഹ് നബിയും ശുഐബ് നബിയും എല്ലാം അവരവരുടെ സമൂഹങ്ങളിലേക്ക് കടന്നു വന്നപ്പോ അവരോട് പറഞ്ഞ വിഷയം യാ ഖൗമി അബ്ദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു. സമൂഹമേ, അല്ലാഹുവിനെ മാത്രം നിങ്ങൾ ഇബാദത്ത് എടുക്കണം. ഇബാദത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എന്തെല്ലാം വിഷയങ്ങളുണ്ടോ, എന്തെല്ലാം വശങ്ങളുണ്ടോ അത് റബ്ബിലേക്ക് മാത്രമേ തിരിക്കാവൂ എന്നുള്ള സന്ദേശമാണ് അമ്പിയാക്കന്മാർ അഖിലും നൽകിയത്. ആ സന്ദേശമാണ് മക്ക രാജ്യത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിപ്പിച്ചത്. യാ അയ്യുഹന്നാസു ഉബ്ദു റബ്ബക്കുമുല്ലദീ ഖലഖക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവരെ പഠിപ്പിക്കുക. ജനങ്ങളെ, നിങ്ങളെ സൃഷ്ടിച്ച, നിങ്ങൾക്ക് മുമ്പുള്ളവരെ സൃഷ്ടിച്ച, ആകാശ ലോകത്തെ സംവിധാനിച്ച, ഭൂമിയെ സംവിധാനിച്ച, ആകാശത്ത് നിന്ന് വെള്ളമിറക്കി തരുന്ന, ആ വെള്ളത്തിലൂടെ നിങ്ങൾക്ക് ആവശ്യമായ ഉപജീവന മാർഗം ഉൽപ്പാദിപ്പിച്ചു തരുന്ന ഏതൊരു രക്ഷിതാവാണോ നിങ്ങളുടെ റബ്ബ്, അവനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ. മക്ക രാജ്യത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പഠിപ്പിച്ചു. ആ ഒരു സന്ദേശം ഇന്ന് നമ്മൾ ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം അല്ലാഹുവിന് പുറമെ പലരെയും വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ ഉണ്ട് ഇവിടെ. കല്ലിനെയും മരത്തിനെയും മരിച്ചുപോയവരെയും ഔലിയാക്കളെയും ശുഹദാക്കളെയും സ്വാലിഹീങ്ങളെയും പല പല ന്യായീകരണങ്ങളും പല പല കാരണങ്ങളും പറഞ്ഞുകൊണ്ട് മരിച്ചുപോയിട്ടുള്ള മറമാടപ്പെട്ട ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, അവരോട് ദുആ ചെയ്യുന്ന പച്ചയായ ഒരു അവസ്ഥ ഇന്ന് മുസ്ലിം സമൂഹത്തിലുണ്ട്. അതിനെ സംബന്ധിച്ച് അത് ശിർക്കല്ല, അത് ഒരു തെറ്റായ കാര്യമല്ല, അത് തൗഹീദിന്റെ വഴിയാണ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ടാണ് പലപ്പോഴും പൊതുജനങ്ങൾ അവർ തിന്മ ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്കിലും സ്വാഭാവികമായും അതിനുള്ള കാരണം അവരെ നയിച്ചുകൊണ്ടിരിക്കുന്ന പണ്ഡിതന്മാരാണ്. അതുകൊണ്ട് ഈ ശബ്ദം കേൾക്കുന്ന സഹോദരന്മാരോട് പറയാനുള്ളത്, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കൊരു തീരുമാനമില്ല. സംഘടനാപരമായി തൗഹീദിന്റെ വിഷയത്തിലും ഞങ്ങൾ പുതിയ തീരുമാനങ്ങൾ എടുത്തിട്ടില്ല. ഏതൊരു വിഷയമാണോ, ഏതൊരു ആശയമാണോ, ഏതൊരു ആദർശമാണോ അമ്പിയാക്കന്മാർ പഠിപ്പിച്ചത് അത് മാത്രമേ ഞങ്ങൾക്കും പറയാനുള്ളൂ. വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ ഇന്ന റബ്ബക്കുമുല്ലാഹുല്ലദീ ഖലഖസ് സമാവാതി വൽ അർള ഫീ സിത്തത്തി അയ്യാമിൻ തുമ്മ ഇസ്തവാ على العرش يدبر الامر ما من شفيع الا من بعد اذنه ذلكم الله ربكم فاعبدوه افلا تذكرون اليه مرجعكم جميعا. അടുത്ത ആയത്തിന്റെ ഒരു ഭാഗമാണ്. ജനങ്ങളെ, ആകാശങ്ങളെയും ഭൂമിയെയും എല്ലാം സൃഷ്ടിച്ച അർശിൽ ഉപവിഷ്ടനായിരിക്കുന്ന ആ സർവാധിനാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടല്ലോ, അവനോട് മാത്രമേ ഇബാദത്ത് പാടുള്ളൂ. അഫലാ തദക്കറൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? അല്ലാഹുവിന്റെ ചോദ്യമാണ്. ആകാശത്തെ സൃഷ്ടിക്കുന്നതിൽ, ഭൂമിയെ സൃഷ്ടിക്കുന്നതിൽ ഈ ലോകത്ത് മുഹയ്യിദ്ദീൻ ശൈഖിന് പങ്കില്ല, റിഫായി ശൈഖിന് പങ്കില്ല, മുഹമ്മദ് നബിക്ക് പങ്കില്ല, ഈസാ നബിക്ക് പങ്കില്ല, ഗുരുവായൂരപ്പന് പങ്കില്ല, ശ്രീരാമന് പങ്കില്ല, ശ്രീകൃഷ്ണന് പങ്കില്ല. എങ്കിലും ലോകത്തിന്റെ സകലമായ കാര്യങ്ങളും നിയന്ത്രിക്കുന്നതും ചെയ്യുന്നതും ലോകത്ത് മനുഷ്യർക്ക് ആവശ്യമായ, മറ്റു ജീവജാലങ്ങൾക്ക് ആവശ്യമായ സകലമായ വിഷയങ്ങളും ഈ ലോകത്ത് ഏർപ്പാടാക്കിയിട്ടുള്ളതും പടച്ച തമ്പുരാനാണ് എങ്കിൽ ശ്രീകൃഷ്ണനെയും ശ്രീരാമനെയും യേശുക്രിസ്തുവിനെയും മറിയം ബീവിയെയും മുഹമ്മദ് നബിയെയും റിഫായി ശൈഖിനെയും മുഹമ്മദ് നബിയെയും അതുപോലെ മുഹയ്യിദ്ദീൻ ശൈഖിനെയും ആര് സൃഷ്ടിച്ചോ ആ സൃഷ്ടാവിനെ ആരാധിക്കണം. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. വർഗീയതയില്ലാത്ത, കലഹങ്ങൾക്ക് കാരണമാകാത്ത ഒരേ ഒരു ആദർശം. ആര് നിങ്ങളെ സൃഷ്ടിച്ചുവോ അവനെ ആരാധിക്കുക, ആര് നിങ്ങൾക്ക് വെള്ളം തരുന്നുവോ അവനെ ആരാധിക്കുക, ആര് നിങ്ങൾക്ക് ഭക്ഷണം തരുന്നുവോ അവനെ നിങ്ങൾ ആരാധിക്കുക, ആര് നിങ്ങൾക്ക് ആരോഗ്യം നൽകിയോ അവനെ നിങ്ങൾ ആരാധിക്കുക. ഇത് ഒരു പുതിയ വാദമല്ല, ഇതൊരു പുതിയ ആദർശമല്ല. ഈ ലോകത്ത് അമ്പിയാക്കന്മാർ കടന്നു വന്ന് എന്ന് മുതൽ തൗഹീദ് പഠിപ്പിക്കുവാനും തൗഹീദ് പ്രചാരണം ചെയ്യുവാനും തുടങ്ങിയോ അന്ന് മുതൽ അമ്പിയാക്കന്മാർ ലോകത്തോട് മുഴുവൻ പഠിപ്പിച്ചിട്ടുള്ള ആദർശമാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, പ്രാർത്ഥന അല്ലാഹുവോട് മാത്രം. അല്ലാഹു അല്ലാത്ത മറ്റൊരു സൃഷ്ടിയിലേക്കും ആരോ ആകട്ടെ, എത്ര വലിയവരാകട്ടെ, മലക്കാണെങ്കിലും ശരി, ജിന്നാണെങ്കിലും ശരി, ശൈത്താനാണെങ്കിലും ശരി, അമ്പിയാക്കളാണെങ്കിലും ശരി, ശുഹദാക്കളാണെങ്കിലും ശരി, സ്വാലിഹീങ്ങളാണെങ്കിലും ശരി, പ്രാർത്ഥന എന്ന് പറയുന്ന ഒന്ന് അല്ലാഹു അല്ലാത്ത ഒരാളോടും പാടില്ല. കാരണം അല്ലാഹു തആല പറയുന്നു, ലഹു ദഅവത്തുൽ ഹഖ് വല്ലദീന യദ്ഊന മിൻ ദൂനിഹി ലാ യസ്തജീബൂന ലഹും ബിശൈഇൻ ഇല്ലാ കബാസിതി കഫൈഹി ഇലൽ മാഇ ലിയബ്ലുഗ ഫാ വമാ ദുആഉൽ കാഫിരീന ഇല്ലാ ഫീ ളലാൽ. യഥാർത്ഥമായ പ്രാർത്ഥനക്കർഹൻ അല്ലാഹു മാത്രമാണ്.
അല്ലാഹു അല്ലാതെ ഒരാളും പ്രാർത്ഥനയ്ക്ക് അർഹനായിട്ടില്ല. എന്ന് മാത്രമല്ല വല്ലദീന യദ്ഊന മിൻ ദൂനിഹി, അല്ലാഹുവിന് പുറമെ ആരെയാണോ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നത്, ലാ യസ്തജീബൂന ലഹും ബിശൈഇൻ, അവർ നിങ്ങൾക്കൊരു ഉത്തരവും ചെയ്യുകയില്ല. ഇല്ലാ കബാസിതി കഫൈഹി ഇലൽ മാ, ഒരു കുളത്തിന് സമീപത്തിരുന്നു കൊണ്ട്, വെള്ളത്തിന് സമീപത്തിരുന്നു കൊണ്ട് ആ വെള്ളത്തിലേക്ക് കൈ നീട്ടിക്കൊണ്ട് വെള്ളം വെള്ളം എന്ന് പറഞ്ഞാൽ ആ കൈകളിലേക്ക് ഒരിക്കലും വെള്ളം വരികയില്ലല്ലോ എന്നതുപോലെ അല്ലാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥന വെറുതെയാണ്, അത് വെറുതെയാണ്. ذلك بأن الله هو الحق وأن ما يدعون من دونه الباطل. അല്ലാഹുവോടുള്ള ദുആയുണ്ടല്ലോ, അല്ലാഹുവോടുള്ള പ്രാർത്ഥനയുണ്ടല്ലോ, അതാണ് ഹഖായിട്ടുള്ളത്. ആ റബ്ബേ അതിന് അർഹനായിട്ടുള്ളൂ. ആ റബ്ബല്ലാത്ത മറ്റാരോട് പ്രാർത്ഥിച്ചാലും അതെല്ലാം ബാത്തിലാണ്, അതെല്ലാം വെറുതെയാണ്. വഖാല റബ്ബുകും ഉദ്ഊനി അസ്തജിബ് ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. റബ്ബ് പറയാ, എന്നോട് പ്രാർത്ഥിച്ചോളൂ, എന്നോട് നിങ്ങൾ ദുആ ചെയ്തോളൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. അല്ലാഹു പറയാ, അല്ലാഹു അല്ലാത്ത ലോകത്ത് ഒരു സൃഷ്ടിയും എന്നോട് പ്രാർത്ഥിച്ചോളൂ എന്ന് പറഞ്ഞിട്ടില്ല. പറയാനുള്ള അർഹതയും അവർക്കില്ല. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും പലപ്പോഴും നമ്മുടെ ആളുകളൊക്കെ മഹാനായ മുഹയ്യിദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി വിളിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. അതിന് മാലകളിൽ നിന്ന് അവർ ചില വചനങ്ങൾ ഉദ്ധരിക്കാറുണ്ട്. വല്ലാ നീലത്തെന്നും എന്നെ വിളിപ്പോർക്ക് വായ്ക്കൂടാ ഉത്തീരം ചെയ്യും ഞാനെന്നോവർ. അത് ഷെയ്ഖ് പറഞ്ഞിട്ടില്ല. ഷെയ്ഖിനെ വിറ്റ് കാശാക്കുന്ന, ഷെയ്ഖിന്റെ പേരിൽ മാലയും കുത്തുബിയത്തും റാത്തീബും ഉണ്ടാക്കി പണമുണ്ടാക്കുന്ന, അതിന്റെ പേരിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന പുരോഹിതന്മാർ കെട്ടിയുണ്ടാക്കിയ ആദർശമാണ് മുഹയ്യിദ്ദീൻ ഷെയ്ഖിനെ വിളിച്ച് പ്രാർത്ഥിക്കാം എന്നുള്ളത്. അങ്ങനെ ഷെയ്ഖ് പറഞ്ഞിട്ടില്ല, അങ്ങനെ ഷെയ്ഖ് പഠിപ്പിച്ചിട്ടുമില്ല. അങ്ങനെ ഒരു ആദർശം ഷെയ്ഖ് ലോകത്തോട് പറഞ്ഞിട്ടുമില്ല. അല്ലാഹു തആല എന്ത് പഠിപ്പിച്ചു, നമ്മൾ അതാ പരിശോധിക്കേണ്ടത്. ഷെയ്ഖ് എന്ത് പറഞ്ഞു, അത് വേണമെങ്കിൽ പരിശോധിക്കാം. അല്ലാഹു പറഞ്ഞത് വലാ തദഉ മിൻ ദൂനില്ലാഹി മാ ലാ യൻഫഉക വലാ യദുറുക ഫഇൻ ഫഅൽത ഫഇന്നക ഇദം മിനൽ ളാലിമീൻ. വലാ തദഉ മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമെ നീ വിളിച്ചു പ്രാർത്ഥിക്കരുത്, ദുആ ചെയ്യരുത്. മാ ലാ യൻഫഉക, നിനക്ക് ഉപകാരം ചെയ്യാത്ത ഒരു ഉപകാരവും ഇല്ല എന്നാണ് അല്ലാഹു തആല പറയുന്നത്. ആരെ വിളിച്ച് പ്രാർത്ഥിച്ചാലും നിങ്ങൾക്ക് ഉപകാരം ചെയ്യാൻ അവരെ കൊണ്ട് സാധ്യമല്ല. വലാ യദുറുക, ഒരു ദ്രോഹം വരുത്താനും അവരെ കൊണ്ട് സാധ്യമല്ല. എന്നാൽ മുഹയ്യിദ്ദീൻ ശൈഖിനെ സംബന്ധിച്ച് എഴുതിയുണ്ടാക്കിയിട്ടുള്ള വരികളിലുണ്ടല്ലോ, മുരീദി തമസ്സക് ബി വകുൻ ബി യവാതിഖ ഫഹമിക ഫിദ്ദുനിയാ വയൗമൽ ഖിയാമത്തി. മുരീദി തമസ്സക് ബി, അല്ലയോ മുരീദേ എന്നെ മുറുകെ പിടിക്കണേ, എന്നെ മാർഗത്തിലേക്ക് ചേരണേ, എന്റെ ത്വരീഖത്തിലേക്ക് ചേരണേ. ഫഹമിക ഫിദ്ദുനിയാ വയൗമൽ ഖിയാമത്തി, എങ്കിൽ ഞാൻ നിന്നെ ഈ ലോകത്ത് സംരക്ഷിക്കാം, എങ്കിൽ ഞാൻ നിന്നെ പരലോകത്ത് സംരക്ഷിക്കാം എന്നുള്ള വാദമുണ്ടല്ലോ, അത് ഷെയ്ഖ് പറഞ്ഞതല്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കച്ചവടക്കാരുണ്ടാക്കിയ കാര്യമാണ്. ഒരിക്കലും മഹാനായ മുഹയ്യിദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി അങ്ങനെ പറയുകയില്ല. അങ്ങനെ പരലോകത്ത് ഒരാൾക്കും ഒരാളെയും രക്ഷപ്പെടുത്താനും സാധിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം മകളോട് പറഞ്ഞ കാര്യം എന്താ? യാ ഫാത്തിമ സരി മാ ശിഅതി മിന ദുനിയ വഉതീക് വലാ ഉഗ്നി അൻകി മിനല്ലാഹി ശൈഅ. ദുനിയാവിൽ എന്ത് വേണമെങ്കിൽ ചോദിച്ചോളൂ, സൗകര്യം അനുസരിച്ച് നൽകാം, സാധ്യം അനുസരിച്ച് നൽകാം. പക്ഷേ റബ്ബിന്റെ കോടതിയിൽ ഒന്നും ചെയ്തു തരാൻ എന്നെ കൊണ്ട് സാധ്യമല്ല എന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കരളിന്റെ കഷ്ണമായ ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്റെ മുരീദുകൾ ഏതും പേടിക്കണ്ട, എന്റെ മുരീദിന് ഞാൻ കാവലം നോവർ. എന്റെ മുരീദുകൾ നല്ലവരല്ലെങ്കിൽ എപ്പോഴും നല്ലവൻ ഞാനെന്ന് ചൊന്നോവർ എന്ന് മുഹയ്യിദ്ദീൻ ശൈഖ് പറഞ്ഞു എന്ന് ഈ മുസ്ലിയാക്കന്മാർ കളവ് പറഞ്ഞു എങ്കിൽ, സഹോദരന്മാരെ, അവനവന്റെ പരലോകം കാത്തോളൂ. മുസ്ലിയാക്കന്മാർ നിങ്ങൾ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകൂല. മുഹയ്യിദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി ഒരിക്കലും അദ്ദേഹത്തെ വിളിച്ചു പ്രാർത്ഥിക്കുവാൻ നമ്മോട് ആവശ്യപ്പെട്ടിട്ടില്ല. എന്നാൽ അങ്ങനെയൊക്കെ കാണുന്ന വരികൾ ഒരിക്കലും അദ്ദേഹത്തിന്റെ കൃതിയോ അദ്ദേഹത്തിന്റെ രചനയോ അല്ല, മറിച്ച് പിൽക്കാലഘട്ടത്തിലുള്ള പുരോഹിതന്മാരുടേതാണ്. ഇനി എന്താണെങ്കിലും ശരി, അല്ലാഹു തആല നമ്മളോട് എന്തു പറഞ്ഞു, നമ്മൾ അത് കേൾക്കുക. എന്താ അല്ലാഹു പറഞ്ഞത്? അല്ലാഹു അല്ലാത്ത മറ്റുള്ള ആളുകൾ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ, ആ വിളിച്ചു പ്രാർത്ഥിക്കപ്പെടുന്നവരുണ്ടല്ലോ, അവർ വല്ലദീന യദ്ഊന മിൻ ദൂനില്ലാഹി ലാ യഖ്ലുഖൂന ശൈഅൻ വഹും യുഖ്ലഖൂൻ. അവർ സൃഷ്ടാക്കളല്ല, അവരെല്ലാം സൃഷ്ടികളാണ്. അവർ ഒന്നിനെയും സൃഷ്ടിച്ചിട്ടില്ല. അതുകൊണ്ട് സൃഷ്ടാവ് മാത്രമേ പ്രാർത്ഥനയ്ക്ക് അർഹനായിട്ടുള്ളൂ. ഖുർആൻ പറയുന്ന ഇബാദത്തുമായി ദുആയുമായി ബന്ധപ്പെട്ട തത്വങ്ങളിലെ അടിസ്ഥാനപരമായ ഒരു കാര്യമാണത്. ഇനി മറ്റൊന്ന്, വല്ലദീന തദ്ഊന മിൻ ദൂനിഹി ലാ യസ്തതിഊന നസ്റകും വലാ അൻഫുസഹും യൻസുറൂൻ. അല്ലാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ, അവർക്ക് നിങ്ങളെ സഹായിക്കാനാവുകയില്ല,
അവർ നിങ്ങളെ സഹായിക്കുകയില്ല. അവർക്ക് സ്വന്തത്തെ പോലും സഹായിക്കുക സാധ്യമല്ല. അതേപോലെ തന്നെ വല്ലദീന തദ്ഊന മിൻ ദൂനിഹി മാ യംലികൂന മിൻ ഖിത്മീർ ഇൻ തദ്ഊഹും ലാ യസ്മഉ ദുആഅകും വലൗ സമിഉ മസ്തജാബു ലക്കും വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർകികും. ആരെയാണോ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നത്, ഈ തപ്പന കുരുവിന്റെ പാട പോലും അവർ ഉടമപ്പെടുത്തുന്നില്ല. നിങ്ങളുടെ ദുആ അവർ കേൾക്കുന്നില്ല. കേൾക്കുമെന്ന് ആര് പറഞ്ഞാലും ദുആ അല്ലാഹു അല്ലാത്ത ഒരാളും കേൾക്കുകയില്ല. അതുകൊണ്ട് ദുആ അല്ലാഹുവോട് മാത്രമേ പാടുള്ളൂ. ആ അല്ലാഹുക്ക് പുറമെ ഇവിടെ വിളിച്ചു പ്രാർത്ഥിക്കപ്പെടുന്ന ഏത് ഔലിയാക്കന്മാരുണ്ടോ അവരാരും ദുആ കേൾക്കുന്നതല്ല, സങ്കല്പിക്കുകയാണ് കേൾക്കുമെന്ന്. അങ്ങനെ വെച്ചാലോ അവർ നിങ്ങൾക്ക് ഉത്തരം നൽകുന്നതുമല്ല എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. എന്തിനാണ് ഇത്ര വ്യക്തമായി ജനങ്ങളെ വിഷയം പഠിപ്പിച്ചത്? ശിർക്ക് എന്ന് പറയുന്നത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. മറ്റുള്ള തിന്മകൾ പോലെയല്ല. മറ്റുള്ള തിന്മകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്മാർക്ക് അവന്റെ ഉദ്ദേശപ്രകാരം ചിലപ്പോൾ പുറത്തു കൊടുത്തു എന്ന് വരാം. എന്നാൽ ശിർക്ക് എന്ന് പറയുന്നത് മനുഷ്യനെ ശാശ്വതമായി നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന, അതേപോലെ വലിയ വലിയ അപകടങ്ങൾ വരുത്തി വെക്കുന്ന ഒരു വിഷയമാണ് ശിർക്ക് എന്ന് പറയുന്നത്. അല്ലാഹു തആല പറയുകയാണ്, വമൻ അളല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹ് മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ. ഖിയാമത്ത് നാൾ വരെ ഉത്തരം കിട്ടാത്ത ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവനേക്കാൾ വഴിപടച്ചവൻ വേറെ ആരുണ്ട്? അപ്പൊ ഏറ്റവും വലിയ വഴിപടച്ചവൻ ആരാണ് ഏറ്റവും വലിയ പഴച്ചവൻ? വഹാബികൾ പുത്തൻവാദികളാണ് എന്നും അവർ പഴച്ചവരാണെന്നൊക്കെ പല ആളുകളും പറയാറുണ്ട്. കാരണം അവർ അല്ലാഹുവിനോട് മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്നവരാ. എന്നാൽ അല്ലാഹു പറയുന്നതോ, അല്ലാഹുവിന് പുറമെ മറ്റുള്ളവരെ ആര് വിളിച്ചു പ്രാർത്ഥിക്കുന്നുവോ അവനാണ് ഏറ്റവും വലിയ വഴിപടച്ചവൻ. എന്താ വഴിപടക്കാന്ന് പറഞ്ഞാൽ അറിയോ? മനുഷ്യൻ സിറാത്തുൽ മുസ്തഖീമിലൂടെ സ്വർഗത്തിന്റെ വഴിയിലേക്ക് നീങ്ങുമ്പോൾ ആ വഴിയിൽ നിന്നുള്ള തെറ്റലാണ് വഴിപിഴക്കൽ എന്ന് പറഞ്ഞാൽ ശിർക്ക് മനുഷ്യനെ സ്വർഗത്തിന്റെ വഴിയിൽ നിന്നും തടഞ്ഞ് നരകത്തിന്റെ മാർഗത്തിലേക്ക് കൊണ്ടുപോകുന്നു. അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഇന്നഹു മൻ യുശ്രികു ബില്ലാഹി ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹു അന്നാർ വമാ ലിൽസാലിമീന മിൻ അൻസ്വാർ. വല്ലവനും അല്ലാഹുവിൽ പങ്കു ചേർത്താൽ സ്വർഗം നിഷിദ്ധമാണ്, സ്വർഗം അവന് ഹറാമാണ്, അവന്റെ അഭയസ്ഥാനം നരകമാണ്. ആ അക്രമികളെ നരകത്തിൽ നിന്ന് രക്ഷിക്കുവാനും സഹായിക്കുവാനും ഒരാളും തന്നെ ഇല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ശിർക്കിനെ കുറിച്ച് പറയുന്നു എങ്കിൽ അല്ലാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥനയുടെ ഗൗരവം ശബ്ദം കേൾക്കുന്ന സഹോദരന്മാരെ നമ്മൾ ഉൾക്കൊള്ളണം. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ശിർക്കല്ലാത്ത പാപങ്ങളെല്ലാം പുറത്തു കൊടുക്കും. ശിർക്കൊരിക്കലും അവൻ പൊറുക്കുന്നതല്ല. ലൈൻ അശ്റകത ലയഹബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. നീ നഷ്ടകാരികളിൽ പെട്ടുപോകും, എല്ലാ കർമ്മങ്ങളും തകർന്നു തരിപ്പണമായി പോകും. എന്തിനേറെ മരിക്കുന്ന സന്ദർഭത്തിൽ ആ മരിച്ച ശേഷമുള്ള മയ്യിത്ത് നമസ്കാരമുണ്ടല്ലോ, ആ മയ്യിത്ത് നമസ്കാരം പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കണമെങ്കിൽ ഒരു മുസ്ലിം മരിച്ചു കഴിഞ്ഞാൽ ആ മയ്യിത്തിന് വേണ്ടി 40 റജുല 40 ആളുകൾ മയ്യിത്ത് നമസ്കരിക്കുന്നു. എങ്ങനത്തെ വിശ്വാസികൾ? ലാ യുശ്രികൂന ബില്ലാഹി ശൈആ. അല്ലാഹുവിൽ പങ്കു ചേർക്കാത്ത, ശിർക്ക് ചെയ്യാത്ത മുസ്ലിങ്ങൾ മയ്യിത്ത് നമസ്കരിച്ചെങ്കിൽ മാത്രമേ ആ മയ്യിത്തിന് വേണ്ടിയുള്ള നമസ്കാരവും ശുപാർശയും പ്രാർത്ഥനയും സ്വീകരിക്കപ്പെടൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അപ്പോ ജീവിതം മുഴുവൻ തൗഹീദുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരിക്കണം. മരിക്കുന്ന സന്ദർഭത്തിൽ മുഅ്മിനായിരിക്കണം, മുവഹിദായിരിക്കണം. ഇനി പരലോകത്തേക്ക് എത്തിയാലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ലികുല്ലി നബിയിൻ ദഅവത്തുൻ മുസ്തജാബ. എല്ലാ നബിമാർക്കും പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടുന്ന ഒരു ദുആയുണ്ട്. അവരെല്ലാം ദുനിയാവിൽ അത് പ്രാർത്ഥിച്ചു കഴിഞ്ഞു. എന്റെ ദുആ എന്റെ ഉമ്മത്തിന്റെ ശഫാഅത്തിന് വേണ്ടി ഞാൻ നാളെ പരലോകത്തേക്ക് മാറ്റി വെച്ചിരിക്കുകയാ. അത് ലഭിക്കുക തന്നെ ചെയ്യും ഇൻഷാ അല്ലാഹ്. മൻ മാത മിൻ ഉമ്മതി ലം യുശ്രികു ബില്ലാഹി ശൈആ. എന്റെ ഉമ്മത്തിൽ നിന്ന് ശിർക്ക് ചെയ്യാതെ ആരാണോ മരിച്ചു പോകുന്നത് അവന് ആ ശുപാർശ കിട്ടും, എന്റെ ശഫാഅത്ത് കിട്ടും. അപ്പൊ എന്ത് വേണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്ത് നമുക്ക് നാളെ പരലോകത്തിൽ ലഭിക്കാൻ അല്ലാഹുവോട് പറയണം, അല്ലാഹുവേ പ്രവാചകന്റെ ശഫാഅത്ത് ഞങ്ങൾക്ക് നൽകണമേ, അതിനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകണമേ. എന്താ കാരണം? ഖുല്ലില്ലാഹി ശഫാഅത്തു ജമീഅ. ശഫാഅത്തിന്റെ പരിപൂർണ്ണ ഉടമസ്ഥൻ അല്ലാഹുവാണ്. അതുകൊണ്ട് അല്ലാഹുവോട് പ്രാർത്ഥിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പറഞ്ഞു, ജനങ്ങളെ ശിർക്ക് ചെയ്യരുതേ, നിങ്ങൾക്ക് എന്താവശ്യത്തിനും റബ്ബിനോടെ പ്രാർത്ഥിക്കാവൂ. അത് എന്നോടും പാടില്ല, ഒരാളോടും പാടില്ല. പക്ഷെ നമ്മൾ എന്താ ചെയ്യുന്നത്? അശ്ശഫാഅത ഹബലന ഫിൽ ഖിയാമത്തി മുശ്ഫിഖ വഅഹ്ലനാ ഇല്ലാ യാ സയ്യിദി ഖൈറൻ നബി. മങ്കൂസ് മൗലിദിലെ വരിയ. കഴിഞ്ഞ ഒരു മാസക്കാലം നമ്മുടെ ആളുകള്
ഇശാ മഗ്രിബിന് അടക്കും അതിനുശേഷവും സുബൈക്ക് മുമ്പുമായി കൊണ്ട് നമ്മുടെ പള്ളികളിൽ വെച്ച് ഓതിയിരുന്ന ചൊല്ലിയിരുന്ന മങ്കൂസ് മൗലിദിൽ എന്താ പറയുന്നത്? അശ്ശഫഅത ഹബ്ലനാ ഫിൽ ഖിയാമതി മുശ്ഫിഖാ വഅഹ്ലനാ ഇല്ലാ സയ്യിദി ഖൈറൻ നബി. പ്രവാചകരെ, നാളെ പരലോകത്ത് ഞങ്ങൾ പ്രയാസപ്പെടുമ്പോ അങ്ങയുടെ ശഫാഅത്ത് ഞങ്ങൾക്കും നൽകണേ. ആരോട്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. അത് പാടില്ല എന്ന സുഹൃത്തുക്കളെ പറയുന്നത്. ശഫാഅത്ത് ഇല്ല എന്നല്ല, ശഫാഅത്തിനെ നിഷേധിക്കുകയല്ല. ശഫാഅത്തുണ്ട്. ശഫാഅത്തിന്റെ ഉടമസ്ഥൻ അള്ളയാണ്. അള്ളാഹുവിന്റെ അനുമതി വേണം അമ്പിയാക്കന്മാർക്ക്. അള്ളാഹു തആല പറയണം ഇന്ന ആൾക്ക് വേണ്ടി ശഫാഅത്ത് നടത്തണം, അപ്പോഴേ അതിനുള്ള അനുമതി കിട്ടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അത് ചോദിക്കേണ്ടത് റബ്ബിനോടാണ്. പ്രവാചകനും പഠിപ്പിച്ചു ശിർക്ക് ചെയ്യാൻ പാടില്ല. എന്നിട്ടും പാമരരായ മുസ്ലിം സമൂഹം ഈ വരികൾ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക. എന്താ കാരണം? ഉസ്താദുമാരാ നയിക്കുന്നത്, മുസ്ലിയാക്കന്മാരാ നയിക്കുന്നത്. ഇതിൽ AP, മീക്കി, ആനും ടൈഗർ എല്ലാവരും കണക്കാ. ശിർക്കിലേക്കും ബിദ്അത്തിലേക്കും ക്ഷണിക്കുന്ന വിഷയത്തിൽ പാടില്ല. കഴിഞ്ഞ ഒരു മാസക്കാലം ഈ ശിർക്കായിരുന്നു എങ്കിൽ ഇതാ ഈ ഒരു മാസം ജീലാനി ദിനം കൊണ്ടാടുന്ന സമയമാണ്. മഹാനായ മുഹയ്യിദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഖുതുബിയത്തിന്റെ വരികൾ സാധാരണക്കാരായ പാവങ്ങളായ മുസ്ലിം സഹോദരന്മാർ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. മുസ്ലിയാക്കന്മാരെ, പണ്ഡിതന്മാരെ, ഉസ്താദുമാരെ സമൂഹത്തിന് സത്യം പറഞ്ഞു കൊടുക്കണം, സമൂഹത്തിന് തൗഹീദ് പറഞ്ഞു കൊടുക്കണം. അവരുടെ ചെലവിലാണ് നമ്മൾ വളർന്നത്. നമ്മൾ പഠിക്കുന്ന കിതാബുകൾ പോലും ഈ പാവങ്ങളായ ആളുകൾ വാങ്ങിച്ചു തന്നതാ. എന്നിട്ടും നമ്മൾ അവരോട് സത്യം പറയാതെ പോയാൽ, തൗഹീദ് പഠിപ്പിക്കാതെ പോയാൽ, അവരെ കൊണ്ട് ശിർക്ക് ചെയ്യിപ്പിച്ചാൽ നാളെ റബ്ബിന്റെ കോടതിയിൽ സ്വന്തം ഭാരവും അവർ ചെയ്ത തിന്മയുടെ ഭാരം കൂടി ഏൽക്കേണ്ടി വരും. സാധാരണക്കാരെ, നിങ്ങൾ ചിന്തിച്ചോളൂ. ഈ സത്യം പറയാൻ ഞങ്ങളേ ഉള്ളൂ. പലപ്പോഴും മുണ്ട് വിരിച്ച്, സെബീന വിരിച്ച്, തുറന്നു വെച്ച് അവിടെ നമ്മൾ ചൊല്ലുന്ന ആ ഖുതുബിയത്തുണ്ടല്ലോ, അതിലുള്ള പലതും അല്ലാഹു അല്ലാത്തവരുള്ള പ്രാർത്ഥനയാണ്. ഒരൊറ്റ ഉദാഹരണം മാത്രം. ബസുർ ഫുആദി സിറാതൻ അൻത സാലികുഹു ഫല്ലാഹു അഅതാകഹു വഅൻത മാലികുഹു വനജ്ഹി മിൻ ലല്ലാ ഫീഹാ മഹാലികുഹു സുൽത്താന കുല്ലി വലി മുഹയ്യബ്ദീനി. മുഹയ്യബ്ദീൻ ശൈഖിനോട് പ്രാർത്ഥിക്കുക. എന്താ പറയുന്നത്? എന്നെ സിറാത്തുൽ മുസ്തഖീമിലേക്ക് വഴി നടത്തണമേ. അങ്ങ് അതിന് കഴിവുള്ളവരുമാണ്, അങ്ങ് അതിന്റെ ഉടമസ്ഥനുമാണ്. ആരോട്? മുഹയ്യിദ്ദീൻ ശൈഖിനോട്. പ്രവാചകന് പോലും സാധിച്ചിട്ടില്ല. ആരെ? അബൂ താലിബിനെ ഹിദായത്തിലേക്ക് കൊണ്ടുവരാൻ കരഞ്ഞുകൊണ്ടാണ് പ്രവാചകൻ തിരിച്ചു പോകുന്നത്. ആയത്തിറങ്ങി, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്ന അല്ലാഹു യഹ്ദീ മൻ യശാ. അല്ലാഹു ഉദ്ദേശിക്കുന്നവരെ അവൻ ഹിദായത്തിലാക്കുന്നു, നിങ്ങൾക്ക് ഹിദായത്തിലാക്കാൻ സാധ്യമല്ല. ആരാണ് അബൂ താലിബ്? ഇസ്ലാം അറിയാത്ത ആളല്ല, ഇസ്ലാം പഠിക്കാത്ത ആളല്ല, കൃത്യമായി ഇസ്ലാം എന്താണെന്ന് അറിഞ്ഞ ആൾ അബൂ താലിബ്. ആ അബൂ താലിബ് പറയുകയുണ്ടായിട്ടുണ്ട്, വലഖദ് അലിംതു ബി അന്ന ദീന മുഹമ്മദി മിൻ ഖൈരി അദിയാനിൽ ബരിയത്തി ദീനാ ലൗലൽ മലാമതു വൽ ഹദാറ മസബ്ബത്തിൻ ലവജതനി സംഹം ബിദാക മുബീനാ. മുഹമ്മദിന്റെ മതമാണ് സത്യമെന്ന് എനിക്കറിയാം, പക്ഷേ ഞാനിപ്പോ കലിമ ചൊല്ലി മരിച്ചാൽ കുത്തവാദിയായി മരിച്ചു, പൂർവികരുടെ പാത കൈവിട്ടു എന്ന് ആളുകൾ എന്നെ കുറിച്ച് പറയും. അത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് ഞാൻ അലാ മില്ലത്തി അബ്ദുൽ മുത്തലിബ് എന്ന് പറഞ്ഞുകൊണ്ടാണ് മരിച്ചുപോയത്. ഇസ്ലാം അറിഞ്ഞ അബൂ താലിബിനെ പോലും ഹിദായത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചില്ല. പ്രവാചകന് നേരെ ശത്രുക്കൾ വരുമ്പോ അവർക്ക് നേരെ കൈ ചൂണ്ടിക്കൊണ്ട് അബൂ താലിബ് പറഞ്ഞിട്ടുണ്ട്, വല്ലാഹി ലയസിലു ഇലൈക ബിജംഇഹിം ഹത്താ വസിദ ഫിത്തുറാബി ദഫീനാ. ഞാൻ മരിച്ച് എന്റെ തലയിണ മണ്ണാകുന്നത് വരെ, എന്നെ ഖബറിൽ കൊണ്ടുപോയി വെക്കുന്നത് വരെ എന്റെ മുഹമ്മദിന് ഒന്നും ചെയ്യാൻ സാധ്യമല്ല എന്ന് മക്കത്തെ മുശ്രിക്കുകളോട് കൈകൂട്ടി സംസാരിച്ച ആ അബൂ താലിബ് നരകത്തിലേക്ക് പോകുമ്പോ വിഷമുണ്ടാകൂലെ റസൂലിന്? കരഞ്ഞു. എന്നിട്ട് ഇവിടെ പറയാ, ബസുർ ഫുആദി സിറാ തന്നം നിങ്ങൾക്ക് ഹിദായത്തിലേക്ക് നയിക്കാനുള്ള കഴിവുണ്ട്. പച്ചക്കളവ്, അള്ളാഹുവിന്റെ കലാമിന് എതിരെ സംസാരിക്കുന്ന മാലകൾ വലിച്ചെറിയണം നമ്മൾ. ഇത് അള്ളാഹ് പറഞ്ഞതല്ല, പ്രവാചകൻ പഠിപ്പിച്ചതല്ല. ഉത്തമരായ തലമുറയിൽ അവർ ആരും ഇത് കണ്ടിട്ടും കേട്ടിട്ടുമില്ല. അടുത്ത വരി എന്താ? വനജ്ഹി മിൻ ലല്ലാ ഫീഹാ മഹാലികുഹു സുൽത്താന കുല്ലി വലി മുഹയ്യബ്ദീനി. കത്തിയാളുന്ന നരകത്തിൽ നിന്ന് മുഹയ്യിദ്ദീൻ ശൈഖിനെ രക്ഷിക്കണം. എന്താ ഖുർആൻ പഠിപ്പിച്ചത്? റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന. അല്ലാഹുവോടല്ലേ അവസാനം വഖിനാ അദാബന്നാർ. اللهم اني ظلمت نفسي ظلما كثيرا. الله ودله. اللهم اعتقني من النار. الله ودله. اللهم اجرني من النار. الله ودله. ربنا اننا سمعنا منادي ينادي للايمان ان امنوا بربكم فآمنا. ربنا فاغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الابرار. الله ودله. എത്ര ദുആകൾ അതിന് ഘടക വിരുദ്ധമായി മുഹയ്യിദ്ദീൻ ശൈഖിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന വരികൾ ഖുതുബിയത്തിലുണ്ട്. അത് മദ്ഹല്ല, അത് പുകഴ്ത്തലല്ല. അതുകൊണ്ട് സഹോദരന്മാരെ, സത്യം മനസ്സിലാക്കുക. അവനവന്റെ ഖബറും
അവനവന്റെ പരലോകം അത് വിജയിക്കുവാൻ വേണ്ടിയുള്ള പഠനവും അന്വേഷണവും നടത്തി യഥാർത്ഥമായ തൗഹീദിന്റെ വഴിയിലേക്ക് വരിക എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നാളെ പരലോകത്ത് വെച്ച് നടക്കാൻ പോകുന്ന ശഫാഅത്ത് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ മറ്റുള്ള ആളുകളെ പങ്കു ചേർക്കുമ്പോൾ അതിലൂടെ ആ ശഫാഅത്തിന് അത് തടസ്സമായി മാറുന്നു എന്നുള്ളതാണ്. ഇനി ഈ നിലക്ക് വളരെ വ്യാപകമായി അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാം എന്ന് ചില ആളുകൾ പറയുമ്പോൾ അതിന് ഉപോത്പലകമായി വിശുദ്ധ ഖുർആനിലെ എന്തെങ്കിലും തെളിവുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും പിൻബലമോ പ്രമാണങ്ങളോ ആ വിഷയത്തിൽ ഉണ്ടോ? ഇല്ല എന്നുള്ളതാണ്. വളരെ വ്യക്തമായി അല്ലാഹു തആല പറയുന്നുണ്ട്, അല്ലാഹുവിന് പുറമെ ആരൊക്കെയാണോ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് അതിന് ഒരു തെളിവും ഒരു പ്രമാണവും അല്ലാഹു തആല ഇറക്കിയിട്ടില്ല. വിശുദ്ധ ഖുർആനിന്റെ 3, 4, 5ഓളം സ്ഥലങ്ങളിൽ ഈ വിഷയം വിശദീകരിക്കുന്നുണ്ട്. സനുൽഖി ഫീ ഖുലൂബിൽ ലദീന കഫറു റുഅബ ബിമാ അശ്റകൂ ബില്ലാഹ് മാ ലം യുനസ്സിൽ ബിഹി സുൽത്താനാ വമഅവാഹുമുൻ നാറു വബിഅസ മസ്വൽ ളാലിമീൻ. സൂറത്തു ആലി ഇംറാനിലൂടെ അല്ലാഹു തആല പറയാം, ശിർക്ക് ചെയ്യുന്ന ആളുകൾ, ആ ആളുകൾ അവരുടെ ശിർക്കിനെ സംബന്ധിച്ച് അല്ലാഹു പറയാണ്, മാ ലം യുനസ്സിൽ ബിഹി സുൽത്താനാ, അതിന് ഒരു ആധികാരികതയും അല്ലാഹു തആല നൽകിയിട്ടില്ല, അതിനൊരു പ്രമാണവും അല്ലാഹു തആല ഇറക്കി കൊടുത്തിട്ടില്ല. ഇത് മാത്രമല്ല, സൂറത്തു അൻആമിലെ 81-ാമത്തെ വചനം, വകൈഫ അഖാഫു മാ അശ്റക്തും വലാ തഖാഫൂന അന്നകും അശ്റക്തും ബില്ലാഹി മാ ലം യുനസ്സിൽ ബിഹി അലൈക്കും സുൽത്താനാ ഫഅയ്യുൽ ഫരീഖൈനി അഹഖു ബിൽ അംനി ഇൻ കുൻതും തഅലമൂൻ. നിർഭയത്വവും സമാധാനവും ആർക്കാണ് എന്ന് അല്ലാഹു പഠിപ്പിക്കുക. ആർക്കാ? തൗഹീദിന്റെ ആളുകൾക്കാണ്, ശിർക്കിന്റെ ആളുകൾക്കല്ല. ആ ശിർക്കിന്റെ ആളുകളോ അവർ പങ്കു ചേർക്കുന്നു മാലം യുനസ്സിൽ ബിഹി അലൈക്കും സുൽത്താന, അതിന് അല്ലാഹു തആല ആധികാരികത നൽകിയിട്ടില്ല. ഇങ്ങനെ വിശുദ്ധ ഖുർആനിന്റെ ഒട്ടനവധി സ്ഥലങ്ങളിലൂടെ ഈ വിഷയം അല്ലാഹു തആല പഠിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ സൂറത്തു അറാഫിന്റെ 33-ാമത്തെ വചനം, ഖുൽ ഇന്നമാ ഹറമ റബ്ബിയൽ ഫവാഹിഷ്, അല്ലാഹു തആല ഫവാഹിഷുകളെ, മ്ലേച്ഛതകളെ ഹറാമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആ ഹറാമാക്കിയ വിഷയങ്ങൾ ഇങ്ങനെ എണ്ണി പറയുമ്പോൾ അവസാനം പറയുന്നത് വഅൻ തുശ്രികൂ ബില്ലാഹി മാ ലം യുനസ്സിൽ ബിഹി സുൽത്താന വഅൻ തഖൂലു അലല്ലാഹി മാ ലാ തഅലമൂൻ. അല്ലാഹു തആല പ്രമാണം ഇറക്കിയിട്ടില്ലാത്ത, രേഖ ഇറക്കിയിട്ടില്ലാത്ത, തെളിവ് ഇറക്കിയിട്ടില്ലാത്ത ആ നിങ്ങൾ ചെയ്യുന്ന ശിർക്കുണ്ടല്ലോ, അതും ഹറാമാകുന്നു. അല്ലാഹുവിന്റെ പേരിൽ പാടില്ലാത്ത കാര്യങ്ങൾ, അറിവില്ലാത്ത കാര്യങ്ങൾ പറയലും നിഷിദ്ധമാകുന്നു. അപ്പൊ പിന്നെ ചില ആളുകൾ തെളിവുണ്ട് എന്ന് പറഞ്ഞാലോ പോകാൻ പറയണം, അവരോട് മാറി നിൽക്കാൻ പറയണം. കാരണം നാളെ നമ്മുടെ പരലോകത്തോ നാളെ നമ്മുടെ ഖബറിലോ അല്ലാഹു വിചാരണ നമ്മളെ ചെയ്യുന്ന ആ സന്ദർഭത്തിലോ നരകസ്വർഗം വേർതിരിക്കുന്ന സന്ദർഭത്തിലോ ഇവരാരും നമ്മുടെ കൂടെ ഉണ്ടാവുകയില്ല. അല്ലാഹു തആല തെളിവില്ല എന്ന് പറയുമ്പോൾ തെളിവുണ്ടെന്ന് മറ്റൊരു കൂട്ടരും പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യം മാത്രമേ നമ്മൾ സ്വീകരിക്കാവൂ. അപ്പൊ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് അല്ലാഹുവിന് പുറമെ മറ്റുള്ള ആരെയും വിളിച്ച് പ്രാർത്ഥിക്കുവാൻ തെളിവില്ല എന്നുള്ളതാണ്. ഇനി സഹോദരന്മാരെ, ഈ നിലക്കുള്ള ശിർക്ക് സമൂഹത്തിലേക്ക് കടന്നു വരുന്നത് എങ്ങനെയാണ്? അതിന് ഒരുപാട് വഴികളുണ്ട്. ചിലതൊക്കെ ഇസ്ലാം അനുവദിച്ച കാര്യങ്ങൾ, അതിനെ തെറ്റായി ജനങ്ങൾ മനസ്സിലാക്കി ശിർക്കിലേക്ക് പോകുന്നു. മറ്റു ചിലതോ ആളുകൾ സ്വന്തമായി ഉണ്ടാക്കിയെടുത്ത മാർഗങ്ങളിലൂടെയും വഴികളിലൂടെയും ശിർക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അല്ലാഹു അല്ലാത്ത ഔലിയാക്കന്മാരും അമ്പിയാക്കന്മാരും ഒക്കെ ഗൈബിയായ മറഞ്ഞ കാര്യങ്ങൾ അറിയും. അപ്പോൾ നമ്മൾ എവിടെ നിന്ന് വിളിച്ചാലും എങ്ങനെ വിളിച്ചാലും അവരൊക്കെ കേൾക്കും. അതുകൊണ്ട് ആ ദുആക്ക് ഉത്തരം ചെയ്യുവാനും അവർക്ക് സാധിക്കും എന്നാണ് സമസ്തക്കാരായ ആളുകൾ, പണ്ഡിതന്മാർ എന്ന് പറയുന്ന ആളുകൾ അവരുടെ പ്രവർത്തകന്മാരെ, സാധാരണക്കാരായ ആളുകളെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മുടെ ചില ആളുകൾക്കും തോന്നി തുടങ്ങി അല്ലാഹു അല്ലാത്ത മറ്റു ചിലരൊക്കെ ഗൈബ് അറിയുമെന്ന്. ഇങ്ങോട്ട് ശിർക്ക് ആരോപിച്ച് സ്വയം ശിർക്കിന്റെ പടുകുഴിയിലേക്ക് പോയി ചാടിയ ഒരു ദുരവസ്ഥ ഇവിടെ വന്ന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് സംസാരിച്ച ചില ആളുകൾക്കൊക്കെ ഉണ്ട്. ഇവിടെ നിങ്ങൾ സാന്ദർഭികമായ ഒരു കാര്യം പറയാണ്. ആ കൂട്ടത്തിൽ ഒരാളുണ്ടല്ലോ, നാസിർ സുല്ലമി എന്ന് പറയുന്നത്, റിയാദിൽ നിന്ന് അദ്ദേഹത്തിന്റെ കൂടെ ജോലി ചെയ്ത പ്രവർത്തകന്മാരോട് സംസാരിച്ചാൽ നിങ്ങൾക്കൊരു കാര്യം വ്യക്തമാകും. ഇന്നും അദ്ദേഹം ഒരു വ്യക്തമായ ഒരു മടവൂരി പ്രവർത്തകനാണ്. അദ്ദേഹത്തിന്റെ ആശയത്തിലോ ആദർശത്തിലോ ഒരു മാറ്റവും വന്നിട്ടില്ല. അതിന് അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളും സംസാരങ്ങളും തെളിവാണ്. അതുകൊണ്ട് തന്നെ റിയാദിൽ
അദ്ദേഹം പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിൽ കൂടെയുണ്ടായിരുന്ന ആളുകൾ ഇപ്പോഴും പറയാറുണ്ട്, നാസർ സുല്ലമിനൊക്കെ വലിയ തൗഹീദിന്റെ ആളായിട്ടും വലിയ നിങ്ങളുടെ സംഘടനയുടെ ആളായിട്ടും കൊണ്ടു നടന്നോളൂ, അതിന്റെ അപകടം നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെടുമെന്ന്. എന്താ കാരണം എന്നറിയോ? അവിടെ അദ്ദേഹം അവരുടെ ആദർശം ശരിയല്ല എന്ന് പറഞ്ഞ ആദർശത്തിന് മാറിപ്പോകുന്നൊന്നുമല്ല. ഇപ്പൊ അദ്ദേഹത്തിന്റെ കയ്യിലുള്ളത് പണ്ടത്തെ അതേ ആദർശം തന്നെയാണ്. കേനമേൽ അങ്ങോട്ട് പോയി എന്ന് മാത്രം. അയാൾ പറയുന്ന ആദർശത്തിലേക്ക് ഇപ്പൊ ഈ അടുത്തു കഴിഞ്ഞ പ്രോഫ് കോണിൽ അദ്ദേഹത്തിന്റെ സംസാരം അതിന് സാക്ഷിയാണ്. എന്തിനേറെ ഈ അടുത്ത് നമ്മുടെ ഉണ്ടായ കോയിച്ചേന സംവാദം, ആ സംവാദത്തിൽ നാസർ സുലൈം പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങൾ ഇപ്പോഴും ആയത്തിൽ കുറിച്ചൊക്കെ ഓതിയിട്ട് ശൈത്താനെ പേടിച്ച് ആയത്തിൽ കുറിച്ച് ഓതി കടന്നോളി എന്ന് കളിയാക്കി പറയുന്ന വാക്കുണ്ട്. അത് ശരിയായ അക്കനാനിസവും ഹദീസ് നിഷേധവുമായി മുന്നോട്ട് പോകുന്ന മടവൂർ വിഭാഗം ആളുകളുടെ അതേ അക്കീദയും അതേ വിശ്വാസവുമാണ്. അതാണ് ആ മനുഷ്യർ ഇന്നും പേറി നടക്കുന്നത്. ഈ 2 കൊല്ലമായി നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ തൗഹീദ് പറയാൻ നാസർ സുല്ലമിയെ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം പോലും വീട്ടിലിരിക്കാൻ ഒഴിവില്ലാതെയാണ് ഓരോ സ്റ്റേജുകളും നമ്മൾ കയറി നടക്കുന്നത് തൗഹീദി പ്രഭാഷണത്തിന് വേണ്ടി. എവിടെയെങ്കിലും ഒരു തൗഹീദ് പറയാനോ തൗഹീദ് അവതരിപ്പിക്കുവാനോ ശിർക്കിന്റെ മേഖലകൾ പഠിപ്പിക്കുവാനോ അതിന്റെ ഗൗരവം പറഞ്ഞു കൊടുക്കാനോ ഈ നാസർ സുല്ലമി എന്ന് പറയുന്ന ചാരനെ നിങ്ങൾ ഇന്നവരോടെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ ഇറങ്ങും, എന്തോട്ട് ജിന്നൂരി, ജിന്നിനോട് പ്രാർത്ഥിക്കുന്നവർ, ജിന്നിനോട് ദുആ ചെയ്യുന്നവർ എന്നുള്ള ആരോപണങ്ങളുമായി ഈ കളവ് പറയാൻ വേണ്ടി മാത്രം ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങി വരുന്നൊരു മനുഷ്യനാണ് നാസർ സുല്ലമി. ഞാൻ അത് തുടക്കത്ത് പറഞ്ഞതാ, തൗഹീദി പ്രബോധനവുമായി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അതിനെ തടയിടാൻ പിശാചി തന്റെ അനുയായികളെ പല മാർഗേണ ആളുകൾക്കിടയിലേക്ക് ഇറക്കിക്കൊണ്ടിരിക്കും. അതിനൊരു ഭാഗം മാത്രമാണ് ഈ മനുഷ്യൻ. അവരിൽ ആരായാലും ശരി നമുക്ക് അത് തന്നെ പറയാനുള്ളൂ. ഇപ്പൊ ചില ആളുകളൊക്കെ സംവാദത്തിന് വെല്ലുവിളിക്കുകയാണ്. ഹുസൈൻ സലഫി സംവാദത്തിലുണ്ടോന്ന്. ആ വിളിച്ച ആളോട് ഒരു കാര്യം പറയാണ്ട്, നിങ്ങൾക്ക് സംവാദമല്ല, നിങ്ങൾക്ക് പറ്റിയ പണി വേറുണ്ട്, സംവാദമല്ല അത് വേറെ ചില ആൾക്കാർ ചോദിച്ചാൽ അപ്പൊ ബോധ്യപ്പെടും, അതൊക്കെ നിർത്തിക്കാളി. അങ്ങനെ സംവാദത്തിന് വെല്ലുവിളിക്കാൻ നിങ്ങൾ ആയിട്ടുമില്ല. ആ ഭാഗത്തേക്ക് ഞങ്ങൾ സംവാദത്തിന് ഇല്ല എന്ന പോലെ ഞങ്ങൾക്ക് പണികൾ വേറുണ്ട്. ഞങ്ങൾക്ക് ഈ കളവ് പറഞ്ഞു നടക്കലല്ല പണി, ജനങ്ങൾക്കിടയിൽ ഫിത്നയുണ്ടാക്കലല്ല പണി. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതാ ഈ പറയുന്നത് പോലെ ആയത്തുകളും ഹദീസുകളും ഉദ്ധരിച്ച് ജനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ശിർക്കിന്റെ മേഖലകളിൽ നിന്ന് കൈപിടിച്ച് ഇത് തൗഹീദിന്റെ വഴിയാണ് എന്ന് പറഞ്ഞു കൊണ്ടുവരേണ്ടുന്ന ഒരു ഉത്തരവാദിത്വ നിർവഹണം അമ്പിയാക്കന്മാർ നിർവഹിച്ച പണി ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രം. അപ്പൊ സഹോദരന്മാരെ, ഇവിടെ അല്ലാഹു അല്ലാത്ത ആളുകളും ഗൈബ് അറിയും എന്നൊക്കെയുള്ള ചില വിശ്വാസങ്ങൾ ഈ ശിർക്കാരോപകരിലും കടന്നുകൂട്ടിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ചോദ്യോത്തര വേളയിൽ അതിനെ സംബന്ധിച്ച് ഫൈസൽ മൗലവി സൂചിപ്പിക്കുന്നതാണ്. എന്റെ ശബ്ദം കേൾക്കുന്ന ഇവിടെയുള്ള സമസ്തക്കാരായ ആളുകളോട് പറയാനുള്ളത് അല്ലാഹു അല്ലാത്ത ഒരാളും ഗൈബ് അറിയില്ല. മറഞ്ഞ കാര്യം അറിയാൻ റബ്ബിനല്ലാത്ത ഒരാൾക്കും സാധ്യമല്ല. വഇൻദഹു മഫാത്തിഹുൽ ഗൈബ് ലാ യഅലമുഹാ ഇല്ലാ ഹു. അല്ലാഹു അല്ലാത്ത ഗൈബ് അറിയുന്നവനില്ല. ഖുൽ ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർദിൽ ഗൈബ ഇല്ലല്ലാഹ്. ആകാശങ്ങളിലും ഭൂമിയിലും ഗൈബ് അറിയുന്നവൻ അല്ലാഹു അല്ലാതെ മറ്റൊരാളുമില്ല. ഖുൽ ലാ അഖൂലു ലക്കും ഇൻദി ഖസാഇനുല്ലാഹി വലാ അഅലമുൽ ഗൈബ്. എനിക്ക് ഗൈബ് അറിയുമെന്ന് ഞാൻ പറയുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും പറയുകയാണ്, അല്ലാഹു തആല പറയാൻ വേണ്ടി ആവശ്യപ്പെടുക, റസൂലിന് പോലും ഗൈബ് അറിയില്ല. ഖുൽ ലാ അംലികു ലിനഫ്സി നഫ്അൻ വലാ ദർറ ഇല്ലാ മാ ശാ അല്ലാഹു വലൗ കുൻതു അഅലമുൽ ഗൈബ ലസ്തക്തർതു മിനൽ ഖൈർ വമാ മസ്സനിയ സൂഅ. സ്വന്തത്തിന് പോലും ഒരു ഉപകാരവും ഉപദ്രവവും ചെയ്യാൻ എന്നെ കൊണ്ട് സാധ്യമല്ല. ഞാൻ ഗൈബ് അറിയുന്നവനുമല്ല. അങ്ങനെ ഗൈബ് അറിയുമായിരുന്നെങ്കിൽ ഞാൻ ഒരുപാട് നന്മകൾ വർദ്ധിപ്പിക്കുമായിരുന്നു എന്ന് പറയൂ പ്രവാചകരെ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹ് പഠിപ്പിക്കാം. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൈബ് അറിയില്ല, മറഞ്ഞ കാര്യം അറിയില്ല. അള്ളാഹ് ചില കാര്യങ്ങൾ അറിയിച്ചു കൊടുത്താലോ അപ്പൊ പിന്നെ അത് ഗൈബും അല്ല. ആ പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ അത് ഗൈബല്ല, അല്ലാഹു തആല അത് അറിയിച്ചു കൊടുത്തു, അല്ലാഹു തആല അത് പറഞ്ഞു കൊടുത്തു. എന്നാൽ ഔലിയാക്കന്മാരെ സംബന്ധിച്ച്, അതേപോലെ മുൻഗാമികളായ മഹത്തുക്കളെ സംബന്ധിച്ച് അവരെല്ലാം ഗൈബ് അറിയുന്നവരാണ്, മറഞ്ഞ കാര്യങ്ങൾ അറിയുന്നവരാണ് എന്ന് എന്തിനാ പുരോഹിതന്മാർ സമൂഹത്തോട് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നത്? അവരോട് ദുആ ചെയ്യാം, അവരുടെ പേരിലുള്ള മാലകളും മൗലിദുകളും പാരായണം ചെയ്യണം, അവരുടെ പേരിൽ നേർച്ചകൾ നേരണം, അങ്ങനെ ആ പേരിലുള്ള മറ്റുള്ള അറിവുകളും കാര്യങ്ങളൊക്കെ നടക്കണം. അങ്ങനെ തങ്ങളുടെ പൗരോഹിത്യം നിലനിർത്തുവാനും അതിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാനും മുസ്ലിം സമൂഹം ശിർക്ക് ചെയ്താലും കുഴപ്പമില്ല എന്ന നിലക്ക് ആളുകളെ കൊണ്ട് തെറ്റായ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുകയും തെറ്റായ വിശ്വാസങ്ങൾ അവരിൽ പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. മുഹ്യിദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി സംബന്ധിച്ച് പറഞ്ഞതായി അവർ എഴുതിയുണ്ടാക്കിയ മാലയിലുണ്ടല്ലോ, കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാ ഞാൻ നിങ്ങളുടെ കൽബാകാമെന്നോവർ
കുപ്പിക്കകത്തുള്ള വസ്തുവിനെ എപ്രകാരം കാണുമോ അതേപോലെ കൽബിനകത്തുള്ള കാര്യം ശൈഖ് അവറുകൾ കാണുമെന്നാണ്. അത് ശൈഖ് പറഞ്ഞിട്ടില്ല. അങ്ങനെ വിശ്വാസവും നമുക്ക് പാടില്ല. അള്ളാഹുവിന്റെ സിഫത്തും ശൈഖിനെ വകവെച്ചു കൊടുത്താൽ അത് ശിർക്കാണ്. ഒരു മുസ്ലിം എന്ന് വിശ്വസിക്കുവാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഉണ്ടായ ഒട്ടനവധി അനുഭവങ്ങൾ. ഒന്ന് വാഖിഅത്തുൽ ഇഫ്ക്, ആയിഷ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച് വ്യഭിചാരോപണം ഉണ്ടായി. പ്രവാചകന്റെ ഭാര്യയാണ്. ഒരു മാസത്തോളം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിഷമിച്ചു. പറഞ്ഞു പ്രവാചകൻ, ആയിഷ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പറയണം. റസൂൽ വിഷമിച്ചിരിക്കുകയാണ്. അവസാനം ആയത്തിറങ്ങി, ആയിഷ റളിയല്ലാഹു അൻഹ നിരപരാധിയാണ്. അപ്പോഴല്ലേ പ്രവാചകൻ വസ്തുത അറിയുന്നത്. ഗൈബ് അറിയുമായിരുന്നെങ്കിൽ അവിടെ എന്തിന് പ്രവാചകൻ വിഷമിക്കണം? ഉഹുദ് യുദ്ധ രണാങ്കണത്തിലും ശത്രുക്കൾ കുഴിച്ച കുഴിയിൽ പ്രവാചകൻ പോയി വീഴുകയും കാലിന്റെ മുട്ടുപൊട്ടുകയും ചെയ്തു എന്ന് ചരിത്ര ഗ്രന്ഥങ്ങൾ കാണുവാൻ സാധിക്കുന്നുണ്ട്. പ്രവാചകന് മറഞ്ഞ കാര്യം അറിയുമായിരുന്നെങ്കിൽ ആ കുഴിയിൽ പോയി ചാടുമോ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? പള്ളി അടിച്ചുവാരിയിരുന്ന ഒരു സ്ത്രീ, ആ സ്ത്രീയെ നേരമെടുത്തപ്പോ കാണാനില്ല. ഒരു ദിവസം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അവർ എവിടെയാണ്? സ്വഹാബത്ത് പറഞ്ഞിരുന്നില്ല, രാത്രി മരിച്ചു റസൂലേ. അറിയില്ല പ്രവാചകൻ. ചോദിച്ചു പ്രവാചകൻ, എന്തുകൊണ്ട് നിങ്ങൾ എന്നെ അറിയിച്ചില്ല? അപ്പൊ അവരുടെ മനസ്സിൽ ഉള്ള കാരണം റസൂൽ അറിയുന്നില്ല, എന്തുകൊണ്ടാണ് അറിയിക്കാത്തത് എന്ന്. അപ്പൊ റസൂൽ അവര് പറഞ്ഞു കൊടുത്തു, റസൂലെ രാത്രിയാണ്, നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കരുതെന്ന് കരുതി ഞങ്ങൾ അറിയിക്കാതിരുന്നതാണ്. അപ്പൊ രണ്ട് കാര്യം മനസ്സിലായല്ലോ, രണ്ട് തെളിവായ ഒറ്റ ഹദീസിൽ നിന്ന്. പിന്നെ പ്രവാചകൻ പറഞ്ഞ കാര്യം എന്താ? ദുല്ലൂനി അലാ ഖബ്രിഹാ, അവളുടെ ഖബർ എവിടെയാണ് കാണിച്ചുകൊണ്ടാ. അറിയില്ല. ഇതാണ് വസ്തുത. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിലും ഗൈബിയായ നിലക്ക് പ്രവാചകൻ ഒന്നും അറിയുന്നില്ല. അല്ലാഹു തആല ചില കാര്യങ്ങൾ അറിയിച്ചു കൊടുത്തിട്ടുണ്ട്, അത് വേറെ വിഷയം. പ്രവാചകൻ മാത്രമല്ല, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കുത്തേറ്റ് മരിച്ചത് എങ്ങനെയാ? അബൂ ലുഅ്ലുഅത്തുൽ മജൂസി പള്ളിയുടെ വാതിലിന്റെ മറവിൽ മറഞ്ഞിരുന്നു കൊണ്ട് കുത്തി കൊലപ്പെടുത്തിയതല്ലേ? ഇസ്ലാമിക രാജ്യത്തെ ഖലീഫയല്ലേ? ആ ഖലീഫ അവിടെ മുന്നോട്ട് കയറി നിൽക്കുമ്പോ ഇങ്ങനെ ഒരാൾ അവിടെ ഒളിച്ചിരിക്കുന്നുണ്ടെന്ന് അറിഞ്ഞാൽ ആ കുത്തേൽക്കാൻ വേണ്ടി അവിടെ പോയി നിൽക്കോ? ഇല്ല. അമ്പിയാക്കന്മാരുടെ, ഔലിയാക്കന്മാരുടെ, ശുഹദാക്കളുടെ ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കാവുന്ന വസ്തുത എന്താണ്? അവരാരും ഗൈബ് അറിയുന്നവരല്ല. അതുകൊണ്ട് തന്നെ ഗൈബ് അറിയുന്നവരാണ് ഔലിയാക്കന്മാർ. അതുകൊണ്ട് എവിടുന്ന് വിളിച്ചാലും കേൾക്കും, എവിടുന്ന് വിളിച്ചാലും അറിയും എന്ന വിശ്വാസത്തോടുകൂടി ഒരു നബിയെയോ ഒരു വലിയനെയോ ഒരു ഷഹീദിനെയോ ഒരു മറമാടപ്പെട്ട മഹാനെയോ വിളിച്ചു പ്രാർത്ഥിക്കുവാൻ പാടില്ല. അത്